വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 421, അതായത് തിങ്കളാഴ്ച ഇറങ്ങാൻ പോണ ന്യൂ ഇയർ എപ്പിസോഡിൻ്റെ ഒരു പ്രോമോ റിവ്യൂമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പടവലം സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് വരാൻ പോകുന്നത്. പാറമട വീട്ടിൽ വെച്ചിട്ടല്ല, ഏകദേശം കുറച്ചും കൂടി ആർട്ടിസ്റ്റുകൾ കൂടുതലുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളൊരു അപ്ഡേറ്റ് തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പ്രോമോയിലോട്ട് ആദ്യം പോവാം. പ്രോമോൻ്റെ തുടക്കത്തിൽ തന്നെ നീലു പടവലം വീട്ടിലെ ആ ഒരു പുഴക്കടവിൻ്റെ അവിടെ ഇരുന്നിട്ട്, അതായത് ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തൂത്ത് വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് കാല് വഴുതി ഒന്ന് കാലുളുക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ബാല് വേഗം വന്നിട്ട് എന്ത് പറ്റിയിടി എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീല അവിടെ ഇരുന്നിട്ട് കാലൊന്ന് തെന്നിയതാണ് എന്ന രീതിക്ക് പറയും. അപ്പോൾ ബാല് ഞാൻ തടവ് ശരിയാക്കി തരാമെന്ന രീതിക്ക് അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ നീലു പറയുന്നുണ്ട്, വേണ്ട വേണ്ട, പിള്ളേരൊക്കെ കണ്ട നാണക്കേടാണ് എന്ന രീതിക്ക് നീലു പറയുന്നുണ്ട്. ബാല് ഇത് കേട്ടിട്ട് ഞെട്ടിയിട്ട് പറയുന്നുണ്ട്, പിള്ളേർ കണ്ട എന്താണ്, എൻ്റെ പിള്ളേരല്ലേ എന്ന രീതിക്ക് ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു റൊമാൻസ് സീനാണ്. ബാല് കാല് തടവി കൊടുക്കുന്നതും അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു സ്റ്റെപ്പിലിരുന്നിട്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ട് കൊണ്ട് നോക്കിയിരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം പറമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിട്ട് ഒരു വിൻറ്റേജ് അവരുടെ ലവ് സ്റ്റോറിയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന പോലത്തുള്ള സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. അപ്പോൾ ഈ ഒരു പ്രോമോ ഒരു സ്പെഷ്യൽ തന്നെയാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ മുളകിൽ ഒരു ഔട്ട്ഡോർ ഷൂട്ട് പോവുകയാണ്. ഔട്ട്ഡോർ ഷൂട്ട് എന്ന് മീൻസ് ഇടയ്ക്ക് വണ്ടർലൊക്കെ ഉണ്ടായി അതുപോലെയല്ല, ഒരു പടവലം എപ്പിസോഡായിട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും ഒട്ടാകെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണിത്. അതായത് കുറേ നാളായിട്ട് ഈ പാറമട വീട് മാത്രം കണ്ടിട്ട് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് വരുന്നത്. അപ്പോൾ കുറച്ച് പുതിയൊരു ഫ്രെയിം വെച്ചാൽ തന്നെ എപ്പോഴും ഉപ്പുമുളകും ഓഡിയൻസിന് കാണുമ്പോൾ ഒരു ഫ്രഷ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതിന് മുമ്പും ഇതുപോലത്തെ എപ്പിസോഡുകൾ വന്നപ്പോഴൊക്കെ ഓഡിയൻസ് ഇരുകൈന്നിട്ട് സ്വീകരിച്ചതുമാണ്. അപ്പോൾ ഈ പ്രോമോയിൽ മെയിനായിട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കെമിസ്ട്രി മാത്രമാണ് കാണിക്കുന്നത്. മറ്റാരെയും ഈ പ്രോമോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാവരും ഉണ്ട് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയതുമാണ്. ഏതായാലും ഇതുവരെ അത് പടവലമാണോ നെയ്യാറ്റിൻകരയാണോ എന്നുള്ളത് സ്റ്റോറിയിൽ കൺഫേം ചെയ്തിട്ടില്ല. നമ്മളൊരു ഗസ് പ്രകാരം അത് പടവലം തന്നെ ആവാനേ ചാൻസ് ഉള്ളൂ. കാരണം അതേ തറവാട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത്. ഇനി സപ്പോസ് അതേ ഷൂട്ടിംഗ് അതേ ലൊക്കേഷൻ വെച്ച് സ്റ്റോറിയിൽ വല്ല മാറ്റവും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിൻകരയും പടവലത്തെയും എല്ലാ ഫാമിലിയും ഒരുമിച്ചുള്ളൊരു എപ്പിസോഡ് ആവാനും സാധ്യതയുണ്ട്. പക്ഷേ പടവലമാണെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിൻകരയിൽ ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഫോട്ടോസൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അവരുടെയൊന്നും. ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ കൺഫേം ആയതിൻ്റെ കാരണം സുരേന്ദ്രൻ ആ ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് നമ്മൾ തന്നതുമാണ്. ഏതായാലും ഈ ഒരു എപ്പിസോഡ് കുറേ നാളുകൾക്ക് ശേഷം ഒരു ഔട്ട്ഡോർ എപ്പിസോഡ് മാത്രമല്ല, അതും പടവലം തറവാട്ടിൽ പോയിട്ട് അവിടുത്തെ പോലത്തെയുള്ള എപ്പിസോഡൊക്കെയാണ് വരും. സീസൺ 1 ഇങ്ങനെ സ്പെഷ്യൽ എപ്പിസോഡ് അല്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ പടവലത്തും നെയ്യാറ്റിൻകരയിൽ പോണ നോർമൽ എപ്പിസോഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സീസൺ 2 വരുമ്പോൾ അത് സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് മാത്രം ചുരുങ്ങുകയായിരുന്നു. സ്പെഷ്യൽ എപ്പിസോഡിൽ മാത്രം ഇവർ തറവാട്ടിൽ പോയിട്ട് അവിടെ ആഘോഷിക്കുന്ന പോലെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഉപ്പുമുളകും സീസൺ 2. ഈ ഒരു തിങ്കളാഴ്ച ഇറങ്ങാൻ പോണ എപ്പിസോഡും ചിലപ്പോൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡാവാൻ സാധ്യതയുണ്ട്. കാരണം ന്യൂ ഇയർ ദിവസം ഇറങ്ങുന്നത് കൊണ്ട് ആ ഒരു 2024 സ്റ്റാർട്ടാകുന്നത് ഒരു പടവലം എപ്പിസോഡിലോടൊട്ടിയാണ്. അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാവാനും സാധ്യതയുണ്ട്. ഏതായാലും